മൂന്നാമത്തെ സാധനമാണേ. ഒരു 300 ഗ്രാം വരും വെയിറ്റ്, വേറെ അത്രയൊന്നും ഇല്ല, എന്നാലും സന്തോഷം കിട്ടിയാല്. ഫോളോ ഗൈസ്, കോബ്ര ലൈൻ ചാനലിലേക്ക് സ്വാഗതം. ഗൈസ്, അപ്പോൾ ഇന്നൊരു വ്യത്യസ്തമായ ഒരു വീഡിയോ ആയിട്ടാണ് വന്നിട്ടുള്ളത്. അപ്പൊ നേരെ വളവള നിലയ്ക്കുന്നില്ല, പോകാം. എവിടെ എന്ന് പറഞ്ഞ് ഇവിടെ ചാടാനൊന്നും പറ്റൂല, ഇവിടെ തന്നെ ഫിഷിംഗ് ആണ് ഗൈസ്. അപ്പൊ നമ്മൾ ഉദ്ദേശിക്കുന്നത്, അപ്പൊ നമുക്ക് എന്നും പറയും പോലെ തന്നെ വളവള നിലയ്ക്കുന്നില്ല, സൈറ്റിലോട്ട് പോകുന്നു. Come on. നമ്മൾ കോഴിക്കോടല്ലേ ബ്രാലി അറിയുന്നത്? നമ്മൾ കോഴിക്കോടിലെ പിടിച്ചിട്ടുണ്ട് ബ്രാലി. ഏകദേശം നല്ല അടിപൊളി ബ്രാലെല്ലാം പ്രസവിച്ച് നല്ല ചൊവ്വയുള്ള കുട്ടികളെല്ലാം 4 സൈഡായിട്ട് പരന്നങ്ങനെ അതിൻ്റെ കൂടെ നിൽക്കുകയാണ്. പിന്നെ അത് പോയിട്ട് കല്ലാമുട്ടി, അപ്പൊ നമ്മള് ഇതിനുള്ള മണ്ണര, പിന്നെ അത് പോയിട്ട് കോഴിക്കുടല്, പിന്നെ ഒരു സൈസ് നമ്മളാ ഈ മൈദ മാവെല്ലാം മിക്സ് ചെയ്ത് അങ്ങനെയാണ് കൊണ്ടുവന്നിട്ടുള്ളത്. നമ്മളിപ്പോ ഇട്ട് ഏകദേശം ഒരു 10 മിനിറ്റ് ആയിട്ടുണ്ട്. അപ്പൊ ഈ ചെറിയ രീതിയിലുള്ള അനക്കങ്ങളൊക്കെ ഉണ്ട്. അപ്പൊ നമ്മൾ ഈ ചൂണ്ടയിട്ട് മീന് കിട്ടിയില്ലെങ്കിൽ നമ്മളത് ഇറക്കാനുള്ള ഐഡിയ ആയിട്ടാണ് നമ്മൾ അങ്ങനെ നിൽക്കുന്നത്. അപ്പൊ നമുക്ക് എന്തായാലും ഒരു 10 മിനിറ്റ് നിന്ന് വെയിറ്റ് ചെയ്ത് നോക്കാം എങ്ങനെയാണെന്ന്. സൈസ് അപ്പൊ നമ്മൾ വന്നതിന് ശേഷം നമുക്കൊരു കല്ലാമുട്ടി മീനാണ് കിട്ടിയത്, ഒരു ചെറിയ സൈസ്, ഒരു 250 ഗ്രാം വരും. അപ്പൊ നമ്മള് പിന്നെ കൂടുതലും ഈ കോഴിക്കുടലാണ് ഉപയോഗിക്കുന്നത്, അതുകൊണ്ടാണോ മീനിന്റെ സാധ്യത കുറഞ്ഞെന്ന് അറിഞ്ഞുകൂടാ. എന്തായാലും നമുക്കൊരു 10 മിനിറ്റ് നമുക്കിവിടെ നോക്കിയിട്ട് നമ്മൾ ഈ കൊരുപ്പങ്ങ് മാറ്റും. കൊരുപ്പ് മാറ്റി അടുത്ത് വെട്ടില് പിടിച്ചിട്ടാലുള്ള ഒരു അവസ്ഥയാണ്. എന്റെ മോനെ, ഒരു രക്ഷയില്ല. മുട്ടിയാണേ ഈ സംഭവം. ഇപ്പൊ ഇറങ്ങിയതേ ഉള്ളൂ ഫുഡ് കഴിക്കാനായിട്ട്. ഏകദേശം ഈ നല്ല വെയിലായിരുന്നു നമ്മൾ വന്ന സമയമായപ്പോഴേ. ഇപ്പൊ വെയില് മാറി വരും തോറും മീനിന് ഇതിനെ ഊരാനാണ് പാട്. അപ്പൊ 2 കല്ലാമുട്ടി മീന് കിട്ടിയിട്ടുണ്ട്. ഏകദേശം നമ്മൾ ഒരു 10 മിനിറ്റ് ആയി വന്നതിന് ശേഷം. അപ്പൊ വീണ്ടും നമ്മൾ കോഴിക്കോടല്ല ഇപ്പൊ ഇട്ട ഉടനെ ഒരു കല്ലാമുട്ടി കിട്ടി. അപ്പൊ അതുകൊണ്ട് വീണ്ടും നമ്മൾ കോഴിക്കോടിൽ തന്നെ കുരുത്തിട്ടിട്ടുണ്ട്. ഒരു സൈഡ് നമ്മൾ പച്ച വെട്ടിലും കൂടെ കുരുത്തിട്ടിട്ടുണ്ട്. അപ്പൊ നമുക്ക് ഏതിലാണ് വലിയ സൈസ് മീൻ കിട്ടണമെന്ന് നമുക്ക് നോക്കാം. മൂന്നാമത്തെ സാധനമാണേ. ഒരു 300 ഗ്രാം വരും വെയിറ്റ്, വേറെ അത്രയൊന്നും ഇല്ല, എന്നാലും സന്തോഷം കിട്ടിയാല്. മൂന്നാമത്തെ ഒരു കല്ലാമുട്ടിയാണ്. ഈ സൈസ് ഉണ്ട് നമ്മൾ നേരത്തെ കിട്ടിയതിനേക്കാളും. നേരത്തെ കിട്ടിയതിനെ അപേക്ഷിച്ച് ഏകദേശം സൈസ് ഉണ്ട്. അറിഞ്ഞാ വരുമോ? കണ്ട അടി കല്ലാമുട്ടി. അപ്പൊ 4ാമത്തെ മീനിന് വേണ്ടിയാണ് നമ്മളെ ചൂണ്ട ഇടുന്നത്. ഇത് നല്ലൊരു ഏറ്റ മീൻ കിട്ടിയിരുന്നെങ്കിൽ അതും കൂടെ കൊണ്ടങ്ങ് പോവായിരുന്നു. കിട്ടും എന്ന പ്രതീക്ഷയോടെ ഇതാ ടീം കോബ്ര ലൈൻ 4ാമത്തെ മീനിന് വേണ്ടി വെയിറ്റിംഗ് ആണ്. അപ്പൊ നല്ലൊരു അനക്കമുണ്ട്. ചൂണ്ട എന്താണെന്ന് നോക്കാം. എന്റെ ദൈവമേ, ചൂണ്ട എല്ലാം നല്ല സൈസുള്ള മീനാണെന്ന് തോന്നുന്നു. നോക്ക്, ചൂണ്ട ഊരിക്കൊണ്ട് പോയി. ചൂണ്ട പൂരിയാണ് പോയിരിക്കുന്നത് അതിൽ നിന്ന്. വേറെ ചൂണ്ട എടുത്തില്ല. നമ്മൾ ചെറിയ മീനാണ് ഐഡിയ ആയിട്ടാണ് വന്നത്, അതാണ് ചെറിയ കൊരുപ്പ് കൊണ്ടുവന്നത്. സംഭവം ഇത് നമ്മളെ മലിഞ്ഞില, നമ്മളെ നെടുമീൻ അല്ലെങ്കിൽ ബ്രാല് അല്ലെങ്കിൽ ഏതെങ്കിലും നമുക്ക് ഈ വളർത്തു മീനായിരിക്കും. അതാണ് ഈ ചൂണ്ട ഇതിൽ നിന്ന് പൊട്ടാനുള്ള കാരണം. നമ്മളിത് രസം പിടിച്ചു വന്ന ഒരു സമയമായിരുന്നു.
എന്തായാലും ഇനി പറഞ്ഞിട്ട് കാര്യമല്ല. അപ്പൊ ഇനി ഇന്നത്തെ വീഡിയോ ഇനി ഇവിടെ വെച്ച് നിർത്തതല്ലേ വഴിയുള്ളൂ. കാരണം അല്ലാതെ വേറെ വഴിയില്ല. കാരണം നമ്മൾ വേറെ ചൂണ്ടയൊന്നും എടുത്തില്ല, ഒറ്റ ചൂണ്ടായിട്ടാണ് വന്നത്. ചൂണ്ടയ്ക്ക് ദാരിദ്ര്യം പിടിച്ച സമയം. ഇല്ല, ഇവിടെ കിട്ടുമെന്ന് പ്രതീക്ഷിച്ചല്ല നമ്മള്. സംഭവം ഇത്രയും വലിയ മീൻ കിട്ടുമെന്ന് പറഞ്ഞുകൂടായിരുന്നു. അപ്പൊ അങ്ങനെയാണ് സംഭവം പറ്റിപ്പോയത്. കുഴപ്പമില്ല. അപ്പൊ ഇനി അടുത്ത വീഡിയോ നമ്മൾ ഇനി ചൂണ്ടയിടാനൊന്നും നിൽക്കുന്നില്ല ഇവിടെ. ഇനി നമ്മൾ അടുത്ത വീഡിയോ എന്ന് പറഞ്ഞാൽ നമ്മൾ 2 ദിവസത്തിനകത്ത് ഒരു വാടകയ്ക്ക് ഒരു മോട്ടർ എടുത്തോണ്ട് വന്ന് ഇവിടെ അടിച്ച് വെള്ളം അങ്ങ് വറ്റിച്ച് ഇതിനകത്തിറങ്ങി മീൻ പിടിക്കുന്നതാണ് നമ്മൾ ഉദ്ദേശിക്കുന്നത്. അപ്പൊ നിങ്ങൾക്ക് നമ്മളെ ഈ വീഡിയോ ചെയ്യുന്നതിലും നമുക്ക് നല്ല സപ്പോർട്ടൊന്നും കിട്ടുന്നില്ല നിങ്ങളുടെ ഭാഗത്തു നിന്ന്. നമ്മൾ നല്ല റിസ്ക് എടുത്താണ് ഈ വീഡിയോകളൊക്കെ ചെയ്യുന്നത്. ഈ വെള്ളത്തിൽ ഇറങ്ങുകയും ഇപ്പൊ ഈ മീൻ പിടിക്കാൻ പറഞ്ഞതൊക്കെ നല്ല ടാസ്ക് പിടിച്ചതാണ്. കാരണം നമുക്ക് ഈ മീൻ പിടിക്കുന്നതൊക്കെ ഈ കാട്ടിനകത്തൂടെയാണ് നമ്മൾ കയറി നടന്ന്. നമുക്കൊരു പാമ്പ് കടി കിട്ടിയാൽ തീർന്നില്ലേ നമ്മളെ കാര്യം. ദയവായി നമ്മളെ 100% നിങ്ങൾ സപ്പോർട്ട് ചെയ്യണമെന്ന് ഞാൻ പറഞ്ഞിരിക്കുന്നു. അല്ലേ? എന്ത് അല്ലേ? അപ്പൊ ഗൈസ്, അപ്പൊ ഇന്നത്തെ വീഡിയോ ഇത്രയേ ഉള്ളൂ. ചൂണ്ട പൊട്ടിയത് കാരണം ഇന്നത്തെ വീഡിയോ നിർത്തുകയാണ്. അപ്പൊ പുതിയ പുതിയ വിശേഷങ്ങളുമായിട്ട് ടീം കോബ്രാലൻ വീണ്ടും നിങ്ങളുടെ ഫ്രണ്ടിലോട്ട് വരും. അപ്പൊ അതുവരെ പിന്നെ ഒരു കാര്യം, നമ്മളെ ഈ ഫിഷിങ്ങിന്റെ വീഡിയോ നിങ്ങൾക്ക് ഇഷ്ടമായെങ്കിൽ നമ്മളെ ചാനൽ ലൈക്ക് ചെയ്യുക, ഷെയർ ചെയ്യുക, സബ്സ്ക്രൈബ് ചെയ്യുക. പുതിയ പുതിയ വീഡിയോയിലായിട്ട് നമുക്ക് വീണ്ടും കാണാം. അതുവരെ ബൈ.